ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ ഐ ലവ് മുഹമ്മദ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ പേരിലുണ്ടായ സംഘർഷം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കു ശേഷം നടന്ന പ്രകടനങ്ങൾ പോലീസ് തടഞ്ഞതോടെയാണ് പലയിടത്തും സംഘർഷമുണ്ടായത്. ബഹിയാൽ ഗ്രാമത്തിൽ കടകളും വാഹനങ്ങളും നശിപ്പിച്ച 70ഓളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അശ്വിനി എസ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. അശ്വിനി, ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രതിഷേധമാണ്, കലാപമാണ്. ഇപ്പോൾ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, വീടുകൾ തല്ലി തകർക്കുന്നു, ആളുകൾക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? സാഹചര്യം എങ്ങനെയാണ് അവിടുത്തെ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും പടരുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സെപ്റ്റംബർ 4-നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ആദ്യത്തെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിലായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തത്. ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഉള്ള ഒരു ബാനറും ഒക്കെ ഉയർത്തി ഒരു പ്രൊസഷൻ, അതായത് മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ചൊരു പ്രൊസഷൻ നടന്നിരുന്നു. അതിനെ പിന്നാലെ ഉണ്ടായ സംഘർഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലെ ഹാഷ്ടാഗുകൾ വെച്ചിട്ടുള്ള ഒരു പോരിലേക്ക് എത്തുന്നത്. ഇത് ഗുജറാത്തിലെത്തിയപ്പോഴേക്കും അതൊരു വർഗീയ ലഹളയുടെ ഒരു രൂപം കൈക്കൊള്ളുകയായിരുന്നു. ഇത് ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് ദഹഗാമിൽ, അതായത് ഗാന്ധിനഗറിൽ നിന്ന് വെറും 38 കിലോമീറ്റർ അകലെയുള്ള ദഹഗാമിൽ ഇത്തരത്തിലൊരു ലഹള പോലെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഐ ലവ് മുഹമ്മദ് എന്നുള്ള അല്ലെങ്കിൽ ഐ ലവ് മഹാദേവ് എന്നുള്ള തരത്തിലുള്ള ഹാഷ്ടാഗുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജിൻ്റെ ഇടയ്ക്കുണ്ടായ പ്രകോപനപരമായ വാക്കായിരുന്നു ഇത്തരത്തിലൊരു ലഹള പൊട്ടിപ്പുറപ്പെടാൻ കാരണം. വീടുകളും അതുപോലെ തന്നെ കടകളും അടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നവരാത്രിയുടെ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ പോലീസിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടായ ഈ ഒരു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ സമീപത്തു നിന്നുള്ള അടക്കമുള്ള പോലീസ് സേനകളൊക്കെ എത്തി സ്ഥിതി ശാന്തമാക്കാൻ ഏകദേശം മണിക്കൂറുകളെടുത്തു. അതായത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു 4 മണി 5 മണിയോട് കൂടി മാത്രമാണ് ഈ ഒരു സംഘർഷം നിയന്ത്രിക്കാനായത്. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ ചെറിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ ധർണ പോലെ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളോട് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഈ ഒരു ബാനറും ഒക്കെ കെട്ടി ഒരു പ്രൊസഷൻ നടത്താനും ഒരു പ്രതിഷേധം നടത്താനും ഒക്കെ തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് അനുമതി ലഭിച്ചില്ല. ഇതിനിടയ്ക്ക് ഈ ഒരു ഇത്തരത്തിലൊരു പ്രകടനം നടക്കുകയും ഇത് പോലീസ് അടക്കം തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത്. ഇതോടുകൂടി പോലീസ് ഇവർക്ക് നേരെ ലാത്തിചാർജ് അടക്കം നടത്തുകയുണ്ടായി. ഇതിനിടയിൽ ഈ പ്രതിഷേധത്തിനിടയിൽ ആൾക്കാരെ അടക്കം ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തവർ വലിച്ചിഴക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. സ്ഥലത്ത് എന്തായാലും BNS നിയമപ്രകാരം 163 പ്രകാരം അവിടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ ഐ ലവ് മുഹമ്മദ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ പേരിലുണ്ടായ ആ ഒരു സംഘർഷം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്.